മാഡം പൊസിഷനൊക്കെ ഓക്കെ അല്ലേ? കോഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ മാഡം. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടക്കുമ്പോ എനിക്ക് തന്നെ പേടിയാവുന്നു. അവളോട് ഒരു പൊസിഷനിൽ കിടന്ന് എനിക്കാൻ പറയണേ. ഗർഭിണി ആവുന്ന സമയം മുതൽ കേട്ടു തുടങ്ങുന്ന ഉപദേശങ്ങളാണ് അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം, എഴുന്നേറ്റിരിക്കണം എന്നൊക്കെ ഉള്ളത്. അത് കാരണം കോഡ് ചുറ്റുന്നു. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് മിത്സ് ബേസ്റ്റ് ചെയ്യാം. കുട്ടി അമ്മയുടെ വയറിൽ കിടക്കുമ്പോൾ, അതായത് ആംനിയോട്ടിക് ഫ്ലൂയിഡിനുള്ളിലുള്ളപ്പോൾ കുട്ടിയുടെ സ്വാഭാവിക മൂവ്മെന്റ്സിൽ കോഡ് ചുറ്റുകയും കോഡ് അഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് നോർമലായ കാര്യമാണ്. ഓരോ 3 പ്രഗ്നൻസീസിലും ഒരു 1 പ്രഗ്നൻസി കോഡ് അറൗണ്ട് ദ നെക്ക് ഉണ്ടാവാം. അത് നോർമലാണ്. പക്ഷെ എപ്പോഴാണ് ഈ കോഡ് ഉള്ളത് ബുദ്ധിമുട്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഓരോ 3 പ്രഗ്നൻസീസിലും അത് ഉണ്ടായി കഴിഞ്ഞാൽ 99%ഉം അതൊരു കുഴപ്പമില്ലാതെ നോർമൽ ആയിട്ട് തന്നെ ഡെലിവറി ആയി പോകും. പക്ഷെ ഷോർട്ട് കോഡ്, അതായത് കോഡിന്റെ ലെങ്ത് വളരെ കുറവ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറവാകുമ്പോൾ, അല്ലെങ്കിൽ കോഡിന് വേറെ അനോമലീസ്, ട്രൂ നോട്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴാണ് ഇത് കഴുത്തിൽ ചുറ്റുമ്പോൾ ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവുന്നതും. അത് കാരണം നമ്മൾ കുട്ടിയെ വേഗം പുറത്തെടുക്കേണ്ടി വരും. നമുക്കിനി സ്ലീപ്പിംഗ് പൊസിഷൻസ് ഇൻ പ്രഗ്നൻസി കാണാം. അതായത് എപ്പോഴും ഇടത് വശത്തേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ലാറ്ററിൽ കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ എങ്ങനെ കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡ് തിരിഞ്ഞ് കിടക്കുക. എന്നിട്ട് ഈ ഭാഗത്തൊരു പില്ലോ വെക്കുക. ആൻഡ് കാലിൻ്റെ സൈഡ് ഇങ്ങനെ പില്ലോ വെച്ച് വേണമെങ്കിൽ വയറിന്റെ ഈ ഭാഗത്തും ഒരു ചെറിയ പില്ലോ വെക്കാവുന്നതാണ്. ഇതാണ് ഏറ്റവും കംഫർട്ടബിളും ബേബിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വവും നൽകുന്ന പൊസിഷൻ. ഇനി നമ്മൾ ഈ ഭാഗത്തുനിന്ന് നേരെ ആവണമെങ്കിൽ, അതായത് സുപ്പൈൻ പൊസിഷൻ, നേരെ കിടക്കുന്ന പൊസിഷനിലേക്ക് ആവണമെങ്കിൽ ഒരിക്കലും എഴുന്നേറ്റ് ഇരുന്ന് കിടക്കേണ്ട ആവശ്യമില്ല. നോർമലി സ്ലോ ആയിട്ട് തിരിഞ്ഞാൽ മതി. ആൻഡ് ഈ ഭാഗത്ത് വേണമെങ്കിൽ ഒരു തലോണ വെച്ചിട്ട് ഇങ്ങനെ വയറ് സപ്പോർട്ട് ചെയ്ത് കിടക്കാവുന്നതാണ്. ആൻഡ് ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീപ്പിംഗ് പൊസിഷനിൽ നേരെ എഴുന്നേറ്റിരിക്കുന്നത് എന്ന് നോക്കാം. ആൻഡ് എപ്പോഴും നമ്മുടെ നോർമലായി ഈ പൊസിഷനിൽ എഴുന്നേൽക്കുമ്പോൾ സൈഡ് ചെരിഞ്ഞ് വയറ് സപ്പോർട്ട് ചെയ്ത് കൈകുത്തി കാലുമെല്ലെ താഴേക്ക് വെച്ചിട്ട് വേണം നമ്മൾ സ്ലീപ്പിംഗ് പൊസിഷനിൽ നേരെ എഴുന്നേക്കാൻ വേണ്ടി. ഈ സ്ലീപ്പിംഗ് പൊസിഷൻസ് നമ്മൾ പറയുന്നത്, ഈ പൊസിഷൻസിലാണ് കുട്ടിക്ക് മാക്സിമം ആയിട്ടുള്ള ന്യൂട്രീഷനും ബ്ലഡ് സർക്കുലേഷനും ഐഡിയൽ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ ഇതേപോലെ തന്നെ ഇരിക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഒക്കെ ഐഡിയൽ ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. അതറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം.